എവ്രിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്നാമത്തെ ടേക്കാണുണ്ട്. ഞാൻ പറഞ്ഞു ഇന്ന് എന്തോ അത്യാവശ്യം ടേക്ക് പോകുന്നുണ്ട്. എനർജി കുറച്ച് ഹൈ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓക്കെ ഫൈൻ. അപ്പോൾ ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഡെസ്റ്റിനി ഉണ്ടോ, നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാർഡ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. 10, 10, 9, 6, 2 ഇതൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ബോട്ടം ഹൈ പ്രീസ്റ്റേഴ്സ് ഉണ്ട്. ഒരു കാർഡ് കൂടി നോക്കാം. ഹാങ്ഡ് മാൻ ആണ്. ഓഫ് കോഴ്സ് നിങ്ങളുടെ പേഴ്സണും കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങളുടെ ഫ്യൂച്ചറും കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് വയ്യ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം കിട്ടിയ കാർഡ് 8 ഓഫ് സോഡ്സ് ആണ്. 8 ഓഫ് സോഡ്സ് വെച്ച് കഴിഞ്ഞാൽ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വേറൊരു കണക്ഷനിലേക്ക് നിർബന്ധമായിട്ട് കൊണ്ടുപോയേക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യം ഉണ്ടാവില്ല, ഇവർക്ക് മനസ്സുകൊണ്ട് താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ ആരുടെയെങ്കിലും നിർബന്ധപൂർവ്വം ഒരു വേറെ റിലേഷൻഷിപ്പിൽ കൊണ്ട് മാരേജോ എൻഗേജ്മെൻറ്റോ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതാണ് 8 ഓഫ് സോഡ്സ്. കാരണം ഇവരുടെ ലൈഫ് ഇവരുടെ കൺട്രോളിലല്ല. ദേ ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫാമിലി മെമ്പേഴ്സ്, അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട്, എന്തിൻ്റെയൊക്കെ കൺട്രോളിലാണ്. ഇവർ ജയിൽവാസം പോലെയാണ് കാണിക്കുന്നത്. 8 ഓഫ് സോഡ്സ് ആണ്. പക്ഷേ ഇവർക്ക് ഇതൊക്കെ കണ്ണ് തുറന്ന് ഇതൊക്കെ കെട്ടി ഇതിൽ നിന്ന് അഴിച്ചു വരാനുള്ള എനർജിയും ഉണ്ട്. പക്ഷെ അവർ വിചാരിക്കുന്നത് പൊട്ടക്കിണറ്റിലെ തവളെ പോലെ എനിക്കിനി വേറെ ലോകമില്ല, ഞാൻ ഇവിടെ പെട്ടുപോയി, ഞാൻ ഇനി ഇതിലൂടെ എൻ്റെ ജീവിതം നൽകിച്ച് ജീവിക്കുന്ന ഇതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അടുത്ത കാർഡ് നോക്കൂ. 10 ഓഫ് സോഡ്സ് ആണ്. പറയണ്ടല്ലോ, ഡെഡ് എൻഡ് ആയിട്ട് കാണുന്നത്. അവർ ചിന്തിക്കുന്നത് ഇനിയും തിരിച്ചു വരവില്ല, ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം, ആഗ്രഹിച്ച പാർട്ണറുമായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് ഒട്ടും ഒരു കോൺഫിഡൻസ് ഇല്ല, ഒരു പവർ ഇല്ല, സ്ട്രെങ്ത് ഇല്ല. ബിക്കോസ് അവരുടെ റൂട്ട് ചക്ര ഏതാണ്ട് ബ്ലോക്ക് സിറ്റുവേഷൻസ് ആണ്. പക്ഷേ നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചറിൽ ഒരു റീകൺസിലേഷനോ അല്ലെങ്കിൽ റീയൂണിയൻ ആവാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട്. 10 ഓഫ് കപ്സ് ആണ്. ഒരു ഹാപ്പി ഫാമിലി ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാർഡ്സ് എടുത്തതിലൊക്കെ ഫുൾ സ്റ്റക്ക് എനർജിയാണ്. നോക്കൂ, 2 ഓഫ് സോഡ്സ്. ചില ചോയ്സസ്, അവരെടുത്ത ചോയ്സസ് വാസ് വെരി റോങ്. ആ റോങ് ഡിസിഷൻസ് കൊണ്ടാണ് അവരുടെ ലൈഫ് ഇപ്പോൾ സഫർ ചെയ്യുന്നത്. ഹാങ്ഡ് മാൻ, അവർ സ്റ്റക്കാണ്. അവരും സ്റ്റക്കായിരിക്കും, നിങ്ങളും സ്റ്റക്കായിരിക്കും. ഓക്കെ, ബോട്ടം കാണിക്കുന്ന ഹൈ പ്രീസ്റ്റേഴ്സ് കാണിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? താഴെ കാണിക്കുന്നത് മെജീഷ്യൻ കാർഡാണ്. 1ഉം 2 ആണ്. നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൻ്റെ ചാർജ് നമുക്ക് എടുക്കാം. നമുക്ക് നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യാം. നമ്മുടെ ലൈഫിൽ എന്താണോ വേണ്ടത്, ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ തുടങ്ങൂ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എനർജീസിൻ്റെ മാറ്റങ്ങൾ വരും. കാരണം അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്, ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്. അവിടെ ഡിറ്റാച്ച്ഡ് ആവുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല എനർജീസ് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരു ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത്. ഇംബാലൻസ് ആണ് കാണുന്നത്. ബാലൻസ് ഒട്ടുമില്ല. അതാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷേ അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് റീഡിങ്സിന് വരുമ്പോൾ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് ഉണ്ടെങ്കിൽ അത് എപ്പോൾ പോകും, അവർ വിട്ടു പോകുമോ എന്നൊക്കെ പറയുമ്പോൾ അവർ തമ്മിലെ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് പോകാൻ സാധിക്കുള്ളൂ. അത് നിങ്ങൾ 3 പേരും കൂടി ശരീരത്തിലേക്ക് കയറുന്ന മുന്നേ തന്നെ സോൾ ലെവലിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ വന്നതാണ്. എന്നിട്ട് നിങ്ങൾ എന്നോടൊന്ന് ചോദിക്കുന്നത് എപ്പോഴത് കഴിയുക. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. അത് എപ്പോഴും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക വെൻ യു കണക്ട് വിത്ത് യുവർ സോൾ. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, മെഡിറ്റേഷനൊക്കെ ചെയ്ത് സോളുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ പറയുന്നത് നിങ്ങൾ തമ്മിൽ ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ചാൻസസ് ഉണ്ട്. 10 ഓഫ് കപ്സ് ഉണ്ട്. റീയൂണിയൻ പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റാൻഡ്, ഒരുപാട് ആക്ഷൻസ്, ഒരുപാട് തോട്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ആദ്യം നിങ്ങളെ കണ്ടുപിടിക്കാൻ. ഈഗോ ക്ലാഷസ് ഉണ്ട്. ഈ കിങ് ഓഫ് സോഡ്സ് ആണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും. സൊസൈറ്റി കോൺഷ്യസ്നെസ് കൂടുതലുള്ളൊരു പേഴ്സണാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്. ഇവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല. അവരെന്ത് വിചാരിക്കും, റിലേറ്റീവിന് എന്ത് വിചാരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫാമിലിയും റിലേറ്റീവ്സ് തമ്മിൽ അത്ര നല്ല സുഖത്തിലല്ലെങ്കിൽ ഇവർ അങ്ങനെ ഫാമിലീനെ മോശമായിട്ട് കാണില്ലേ. ഇങ്ങനെ ഒരുപാട് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവർ ഓരോ ഡിസിഷൻസ് ലൈഫിൽ എടുക്കുന്നത്. ലോജിക്കൽ പരമായിട്ട് വളരെ ലോജിക്കലാണ് ഈ ഒരു പേഴ്സൺ. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു കപ്പ് എനർജി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ ലോജിക്കൽ സൈഡാണ്. തോട്ട്സ്, അതുപോലെ തന്നെ ചിന്തകളെ പറയുന്നതാണ് കേട്ടോ. കിങ് ഓഫ് സോഡ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങളതിപ്പോൾ ഈ കാണുന്ന വ്യക്തികളുടെ പാർട്ട്ണറെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും സിറ്റുവേഷനിൽ അകപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പാർട്ട്ണറിലേക്ക് നിങ്ങൾ ഓവറായിട്ട് ഇങ്ങനെയാണ്, അറ്റാച്ച്ഡ് ആണ്, അതും കട്ട് ചെയ്യാനാണ് പറയുന്നത്. ഡിറ്റാച്ച്ഡ് ആകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഡിറ്റാച്ച്ഡ് ആകുക. ഓക്കെ,
എന്നാൽ മാത്രമാണ് ഇനി നിങ്ങളുടെ ലൈഫിലൊരു മൂവ്മെൻറ്റ് കാണിക്കുള്ളൂ. അല്ലെങ്കിൽ രണ്ടുപേരും സ്റ്റക്കായി നിൽക്കും. ഇപ്പം നിങ്ങൾ ഗോ വിത്ത് ദ ഫ്ലോ. ഈ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്, ആ ഫ്ലോയ്ക്ക് ഇങ്ങനെ പോവുക. നമ്മൾ ഫോഴ്സ് ചെയ്ത് എന്തെങ്കിലും പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. എന്താണോ ലൈഫ് നമുക്ക് ഓഫർ ചെയ്തത്, യെസ് ഇതാണ് എനിക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ളത്, അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചാൻസസ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ കാർഡ്സുകളൊക്കെ ഉണ്ട്, ഈ ഒരു ഹെർമിറ്റ് ഫേസ് ഉണ്ട്. നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് അറിയേണ്ട സമയമുണ്ട്. ഒരു 9 കാണിക്കുന്നത് കൊണ്ട് 2029 മേ ബി ഈ ഒരു ഇയറൊക്കെ എടുക്കുമായിരിക്കാം. 9 ആണല്ലോ നമ്പർ വരുന്നത്, ഇതും 9 തന്നെയാണ്. ഹെർമിറ്റാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വെളിച്ചമൊന്ന് അറിയൂ, നിങ്ങളുടെ സോൾ എന്താണെന്ന് അറിയൂ, നിങ്ങളുടെ സോളിൻ്റെ കറകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യൂ. പാസ്റ്റ് ലൈഫ് കർമ്മ ചെയ്യാം, ആൻസിസ്റ്റർ ഹീലിംഗ് ചെയ്യാം. നിങ്ങളൊരു സത്യങ്ങളും ഒരുപാട് ട്രൂത്ത്, ഒരുപാട് യൂണിവേഴ്സിൻ്റെ ഒരുപാട് ട്രൂത്തും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ളതുണ്ട്. അതൊക്കെ നിങ്ങൾ അതിലേക്ക് നീങ്ങിപ്പോവും. അതിലേക്ക് നീങ്ങിപ്പോകുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണും ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നതാണ്. അതാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. കാരണം ആദ്യത്തെ കാർഡ് 8 ഓഫ് സോഡ്സാണ്. ഒരു ജയിൽവാസമാണ് അവരിപ്പോൾ ഒരു ഫാമിലിയിലാണെങ്കിലും ഒരു ജയിൽ പോലെയാണ്. വളരെ സ്ട്രഗിളിലൂടെയാണ് അവർ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു തീരുമാനങ്ങൾ പോലും എടുക്കണമെങ്കിൽ 100 പേരുടെ സമ്മതം വേണം. അങ്ങനെ ജീവിച്ചവർക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് കടന്നു വരാനുള്ള ധൈര്യമില്ല. അപ്പോൾ അവർക്ക് അവിടെ ആ ഒരു ധൈര്യം വരണമെങ്കിൽ നമ്മളും നമ്മുടെ ആ ഒരു ഫുൾ ഫ്ലെഡ്ജിൽ അല്ലെങ്കിൽ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തണം. റൂട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക, നന്നായിട്ട് 7 ചക്രയിലൊക്കെ വർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, കാരണം ഇതിൽ റെഡ് കളർ കാണുന്നുണ്ട്. റൂട്ട് ചക്ര പാഷൻ, നിങ്ങളുടെ പാഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. റൂട്ട് ചക്രയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ എനർജി കുറച്ച് കിട്ടുന്നതായിരിക്കും. ഇതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മൾ ഫ്യൂച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഭാവിയിൽ ചാൻസസ് ഒക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് കടമ്പകളൊക്കെ കടക്കേണ്ടി വരും. അപ്പോൾ ഇത് കാണുന്ന അവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എല്ലാവർക്കും എന്ന് അങ്ങനെ ഞാൻ പറയുന്നില്ല, ഒരു 25% അങ്ങനെയാണ് എനിക്ക് ഇൻറ്റ്യൂട്ടീവിൽ വന്നത്. 25% ആളുകൾക്കും നിങ്ങൾ പേഴ്സണുമായിട്ടൊരു ഫ്യൂച്ചർ ഉണ്ട്. ബാക്കിയുള്ളവർക്കും ഉണ്ടാകും, പക്ഷെ ഒരുപാട് കൊല്ലപ്പെടും. കാരണം ഇവർ ഇത്രയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് വരണം. കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയും പുതിയ പുതിയ കണക്ഷൻസ് വരാനുള്ള ചാൻസസ്, സോൾമേറ്റ്സ് ഒക്കെ എൻ്റർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾമേറ്റിനെ ചൂസ് ചെയ്യാം. ഇവരെ തന്നെ വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസിഷൻസ് വേണമെങ്കിൽ എടുക്കാം. കാരണം ഫുൾ 9, 8, 7, 8 എന്താ പറയുക 2 ഓഫ് സോഴ്സ് കണ്ടോ, ഇങ്ങനത്തെ ഒക്കെ ഡിസിഷൻസാണ്. 3 പേരെ ഓപ്പോസിറ്റ് ദിശയിലാണ് ഇരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അവർ തെറ്റായ ഡിസിഷൻസ് കൊണ്ടാണ് ഇങ്ങനെ ഒരു കർമ്മ ക്രിയേറ്റഡ് ആയത്. പക്ഷേ ഈ ഒരു കർമ്മ ക്രിയേറ്റ് ചെയ്യാൻ നെസസറി ആണ്. എന്നാലാണ് നിങ്ങൾക്കും ചേഞ്ചസ് വരും. നിങ്ങളും ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും, സ്പിരിച്വലി ഒക്കെ ഇവോൾവ് ആയിട്ടുണ്ടായിരിക്കും. ഒരുപാട് നിങ്ങളെ പഴയ നിങ്ങളിൽ നിന്ന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കും. പണ്ട് ഞാനൊക്കെ ഭയങ്കര ദേഷ്യം, ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരുന്നു. അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല ആരോടും, എനിക്ക് എന്നോടും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു റൂഡ് ക്യാരക്ടറായിരുന്നു ഞാനൊക്കെ. പക്ഷേ ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ് വന്നപ്പോഴാണ് ആ ഒരു കല്ലിനെ മൃദുലമാക്കിയത്. അൺകണ്ടീഷണൽ ലവ് ഡെവലപ്പായി. ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി. പണ്ടൊന്നും ഞാൻ ചിരിക്കില്ലായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് ഫാദർ വൂൺസ് ഉണ്ടായിരുന്നു, കുറേ റിജക്ഷൻസ് ഇഷ്യൂസൊക്കെ. പക്ഷേ സ്പിരിച്വൽ അവേക്കനിങ് വന്നപ്പോൾ അതൊക്കെ മാറി. നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ, പുതിയ ഞാനായി. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒരു പുതിയ നിങ്ങളാവാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് ശേഷമായിരിക്കും റീകൺസിലേഷൻസ് വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഇതാണ് ഇന്നത്തെ റീഡിങ്. ഓക്കെ, യെസ് 9 ഓഫ് കപ്സ്. നിങ്ങൾക്കും അവർക്കും നല്ലൊരു ഇൻറ്റിമസി ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഒരു മദർ ഫിഗർ ഒരു തടസ്സമുണ്ട് കേട്ടോ. യെസ്, ഒരു ജേണിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. സം കൈൻഡ് ഓഫ് ജേണിയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ. അതൊന്നും പെട്ടെന്നൊന്നും വിട്ടുപോകുന്ന സംഭവമല്ല. മറന്നു പോകുമെന്ന് വിചാരിച്ചു, പക്ഷെ മറന്നു പോകുന്നതല്ല എന്നവർക്ക് ബോധ്യമായിട്ടുണ്ട്. അതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാൻ ഇന്നലെ കണ്ടു ഒരു പേഴ്സൺ നെഗറ്റീവായിട്ട്, വളരെ അബ്യൂസീവായിട്ട് കമൻറ്റ് ചെയ്തേക്കുന്നത്. മേ ബി അവർക്ക് ആ ഒരു പേഴ്സൺ അവർ വിട്ടുപോയതിന് റിവെഞ്ചൊക്കെ ആയിരിക്കാം. പക്ഷെ ദയവ് ചെയ്ത് നമ്മുടെ ചാനലിലെ താഴെ നിങ്ങളുടെ ഓരോ സ്റ്റോറീസും നിങ്ങൾ കമൻറ്റ് ചെയ്തിടരുത്. താങ്ക് യു എന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ ഒരു വേർഡ് മാത്രം, അല്ലാതെ നിങ്ങൾ സ്റ്റോറീസ് എഴുതരുത്. കാരണം അത് നിങ്ങൾ ഓരോരുത്തർ വായിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റോറി അഗെയിൻ റീക്രിയേറ്റഡ് ആയി വരികയാണ്. നിങ്ങൾ അറിയാതെ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് മാത്രം ടൈപ്പ് ചെയ്തിടുക. ഇനി ടൈപ്പ് ചെയ്യാൻ തോന്നിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ലൈക്ക് ചെയ്യാൻ തോന്നിയില്ല, ജസ്റ്റ് കാണുക, ജസ്റ്റ് ബ്ലെസ്സിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ബ്ലെസ്സിങ്സ് കൊടുക്കുന്നുണ്ട് ഞാൻ. ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾ തിരിച്ചു എനിക്ക് സെൻഡ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടാതിരിക്കുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ റിമൂവ് ചെയ്യും കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ റീഡിങ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ ഇന്ന് ഉണ്ടായിരിക്കില്ല, ഇന്ന് ഓഫ് ഡേ ആണ്, നാളേക്ക് വേണ്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഹീലിങ്സ്, സബ് കോൺഷ്യസ് ഹീലിങ്സ്, ഡിസ്റ്റൻറ്റ് ഹീലിങ്സ്, ആകാശ റെക്കോർഡ്സൊക്കെ റീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പാസ്റ്റ് ലൈഫ് കോഡ് കട്ടിങ്, എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കർമ്മയൊക്കെ ഉണ്ടെങ്കിൽ കോഡ് കട്ട് ചെയ്ത് കളയുമ്പോൾ നന്നായിട്ട് റിലീസ് ചെയ്ത് നിങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആവും. അപ്പോൾ ഞാൻ മിഞ്ഞാന്ന് എനിക്കൊരു കോഡ് കട്ടിങ് ഉണ്ടായിരുന്നു. വളരെ അവർ തന്നെ പറയുന്നില്ല, അത് കോഡ് കട്ടിങ് ചെയ്തതിന് ശേഷം ഭയങ്കര ഫ്രീ ആയിരുന്നു, ഭയങ്കര റിലാക്സ്ഡ് ആവും നമ്മൾ. കാരണം ആ ഒരു ഭാരം ഇറക്കി കളഞ്ഞു നമ്മൾ. പിന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മിറാക്കിൾസും ബ്ലെസ്സിങ്സും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ഇതിൽ നിൽക്കുന്ന എനർജീസ് നമുക്ക് നല്ലതിലേക്ക് പോകാൻ പുഷ് ചെയ്യില്ല, നമ്മൾ ബാക്കിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും എനർജീസ്. ഓക്കെ, അതുപോലെ തന്നെ ക്രിസ്റ്റൽസോ, നിങ്ങൾക്ക് സിബു കോയിൻസോ ഇതുപോലെ ക്രിസ്റ്റൽസോ, ഇപ്പോൾ ആംഗ്ലറ്റ്സ്, ഒരുപാട് എല്ലാ ക്രിസ്റ്റൽസിൻ്റെയും ഫേസ്ഡ് ബ്രേസ്ലെറ്റ്സും അതുപോലെ ആംഗ്ലറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ ഫെമിൻ എനർജിയുടെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. അതുപോലെ നല്ല കോമ്പിനേഷൻസ്, മൂൺ സ്റ്റോണും ഇതൊക്കെ വരുന്നതാണ് കേട്ടോ. അങ്ങനെ എന്താണോ നിങ്ങളുടെ ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സും ക്രിസ്റ്റൽസും ഉണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ ക്ലൻസൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചാർജ് 100 രൂപ ഞാൻ എടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുക, കോൾ ചെയ്യുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യരുത്. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ മെയിൻ ഇൻസ്റ്റാഗ്രാം ചാനലാണ്, അതിലേക്ക് നിങ്ങൾ റിക്വസ്റ്റ് അയച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, എൻ്റെ ഫോട്ടോസൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഫോളോ ചെയ്യുക. ഡോക്ടർ 1111 ആണ്, അതിലൊരുപാട് ഞാൻ വീഡിയോസും പോസ്റ്റും ഒക്കെ ഞാൻ അങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഒരുപാട് ഇൻഫോർമേഷൻസൊക്കെ ഞാൻ വിസ്റ്റംസ് അതിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉള്ളവർക്ക് ഡോക്ടർ 1111 ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ. പബ്ലിക് ചാനലാണ്, ടാരോ റീഡിങ്സ് ഒക്കെ ഇടാറുണ്ട്. ഇടയ്ക്ക് അതിൽ ഫ്രീ ആയിട്ട് റീഡിങ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സോൾ പർപ്പസ് ആയിട്ട് ഞാൻ ചെയ്യുന്നത്. ഒരു സൈക്കിക്കായ ടാരോ റീഡറാണ് കേട്ടോ. ഒരു സൈക്കിക് എബിലിറ്റി കിട്ടിയതാണ്. സ്പിരിച്വൽ അവേക്കനിങ് വന്നിട്ട് ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ പോകുന്നൊരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. ഒരുപാട് ലൈക്ക് ഒരു 200+ റീഡിങ്സ് 2 years ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടാരോ റീഡിങ്ങിന് വരുന്നവർക്ക് കറക്റ്റ് അക്യുറേറ്റ് റീഡിങ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് അതിൽ ഡൗട്ട്ഫുൾ ആവശ്യമില്ല കേട്ടോ. കാരണം ഒരുപാട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും റിവ്യൂസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്സ്. ഇത്ര കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എനിക്ക് ഇൻറ്റ്യൂട്ടീവ്ലി തോന്നിയത്, ഞാൻ എപ്പോഴും റീഡിങ്സ് എടുക്കുന്നത് വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് മെഡിറ്റേറ്റീവ്, എന്നിട്ടാണ് എനിക്ക് അപ്പോഴാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതാണ് നിങ്ങൾക്ക് റീഡ് ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ ഒരു കോൾ വന്നു, പറഞ്ഞു റീഡിങ്സ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് എൻ്റെ സ്റ്റോറി പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. കാരണം നിങ്ങൾ ഓരോരുത്തർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, സബ് കോൺഷ്യസ് ലെവലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ടോപ്പിക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഓക്കെ, സോ താങ്ക് യു.